പടം സൂപ്പർ പടം. കുറച്ച് ലാഗ് തോന്നുന്നുണ്ട് വലിച്ചു നീട്ടുമ്പോഴേ. സിനിമ ചില ഭാഗങ്ങൾ കുറച്ച് ഓവറായിരുന്നു. ലൈക്ക് രൺബീർ കപൂർ സത്യം പറഞ്ഞാൽ അഴിഞ്ഞാടി. സിനിമ ചില ഭാഗങ്ങൾ കുറച്ച് ഓവറായിരുന്നു. ലൈക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, കട്ടിയായിരുന്നു. പിന്നെ രൺബീർ നന്നായിട്ടുണ്ടായിരുന്നു. രൺബീർ അനിൽ കപൂറിൻ്റെ കോംബോ സൂപ്പറായിരുന്നു. 3 മണിക്കൂർ നമ്മൾ പിടിച്ചെടുത്തുള്ളൂ. ഇല്ല, ചിലത് ഇടക്കിടക്ക് ലാഗ് ഉണ്ട്. സിനിമ മസ്റ്റ് വാച്ച് സിനിമയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. രൺബീർ കപൂർ സത്യം പറഞ്ഞാൽ അഴിഞ്ഞാടി. ഒരു മാസ് രോമാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് അതെ സൂപ്പറാണ്. പടം മൊത്തം ആക്ഷൻ അല്ല, സെൻറ്റിമെൻറ്റ്സ് ആണ്. ഒരു അച്ഛൻ അതൊരു പറയണ്ടല്ലോ, അച്ഛൻ മകൻ സെൻറ്റിമെൻറ്റ്സ് ആണ്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കൂടുതൽ ഇമോഷണലാണ്. അതിൽ വരുന്നൊരു ആക്ഷനാണ്, വയലൻസ് ഉണ്ട്, ബ്ലഡ് ഷെഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ബോബി ഡിയോളാണെങ്കിലും സൂപ്പറായിട്ടുണ്ട്, ആളുടെ ഒരു ക്യാരക്ടർ. പിന്നെ ഒരു എൻഡ് ലൈന് നമ്മൾ തിയേറ്ററിൽ നിന്ന് എൻഡ് കാർഡ് കാണിക്കുമ്പോഴേക്കും ഇറങ്ങരുത്. ഒരു ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്. മൊത്തത്തിൽ സൂപ്പർ പടമാണ്. ഒരു ക്ലാസ് പടമാണ്. ക്ലാസ് എന്ന് പറയാൻ ഇഷ്ടം. ഒരു മാസമായിട്ട് പ്രതീക്ഷിക്കരുത്. ക്ലാസ് പടം കലക്കം പടമാണ്. എന്തായാലും മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. 3 മണിക്കൂറൊക്കെ ലാഗാ അവിടെ ഇവിടെയൊക്കെ തോന്നും, പക്ഷെ അത് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. ലാഗിൻ്റെ അല്ല, ഓവറോൾ നോക്കുമ്പോഴേ ഒരു ബാലയ്യ പടത്തിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഇല്ല ഇവിടെ. ഇതിനങ്ങനെ തോന്നിയില്ലേ? ഇല്ല, ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ല, കണ്ടിരിക്കാം. ജസ്റ്റ് ഒരു എന്തോ കുഴപ്പമില്ല, നമുക്ക് ഗംഭീരമൊന്നും പറയാനില്ല, കുഴപ്പമില്ല. രൺബീർ കപൂർ കിഡ്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. രൺബീർ കപൂർ, ബോബി ഡിയോൾ, രണ്ടുപേരും പെർഫോമൻസ് ഗംഭീരമായിട്ട്. പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക, റോവാണ്. കുറച്ചും കൂടി റോപ്പറാണ്, വേ സർട്ടിഫിക്കറ്റ് ആണല്ലോ, അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. എന്നാലും അവസാനം ചില റോളക്സ് ട്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു റോളക്സ് പോലെ ഉണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, അടിപൊളിയുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് അടിച്ചിട്ടുണ്ട്, എന്നാലും കൊള്ളാം. 3.5 മണിക്കൂറുണ്ട് പടം. അപ്പോൾ അതിൻ്റേതായ ഒരു ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ്. ട്വിസ്റ്റ് ഒന്നുമില്ല, ഒരു എന്തോ ഒരു രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ്. ലാസ്റ്റ് ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് കുറച്ച് അടിച്ചിലാണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, കണ്ടിരിക്കാം. വിചാരിച്ച ട്രെയിലർ കണ്ടുപോലല്ല, അത്ര നന്നായിന്ന് പറയാൻ പറ്റില്ല. അന്നേരം എന്നുവെച്ചാൽ 3 മണിക്കൂർ 21 മിനിറ്റ് ഉണ്ട് പടം. പക്ഷെ അത് നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച്. എല്ലാം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും ഉണ്ടായി. വേറെ എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ചത് നന്നായില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ ആയില്ലേ? കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് തന്നെയാണ്, സെക്കൻഡ് ഹാഫ് അത്ര ഇതായില്ല. പ്രതീക്ഷ അത്ര ബോറടിച്ചില്ലേ? ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് അത്ര പോരാ. നമുക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ടല്ലോ. ലാഗ് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ലാഗ് അടിച്ചു, ഫസ്റ്റ് ഹാഫ് കുഴപ്പമുണ്ടായിരുന്നില്ല. ആവറേജ് പടം എന്ന് പറയാൻ പറ്റില്ല, കണ്ടിരിക്കാം. ഉറക്കൊക്കെ വരും. നല്ല ലാഗ് ഉണ്ട്, കുഴപ്പമില്ല. സൂപ്പറായിട്ടല്ലേ? നല്ല തന്നെയായിരുന്നു, കുഴപ്പമില്ല. ക്ലൈമാക്സ് മാത്രം ബോറായിരുന്നു, പക്ഷേ ബാക്കിയൊക്കെ കുഴപ്പമില്ല. അവസാനം മനസ്സിലായില്ല, അത്ര ഉള്ളൂ സംഭവം. 3 മണിക്കൂർ നമ്മൾ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ല അത്യാവശ്യം എയിമായിരുന്നു. ആ ഒരു മാസ് എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കാണ് കുറച്ച് ലാഗ് വന്ന് പിന്നെ ആകെ കൺഫ്യൂഷനായി അവസാനമായപ്പോഴേക്കും. മൊത്തത്തിൽ കുഴപ്പമില്ല, ആവറേജ് പടം. സിനിമ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പടം ഞാൻ പറയണേ, പടം സൂപ്പർ പടം. നമുക്ക് രൺബീർ കപൂറിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കില്ല, ഇങ്ങനെ ഒരു മെയിൽ ഡോമിനൻസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ആളുടെ പടങ്ങളൊക്കെ സാധാരണ ഒരു റൊമാൻസ് രീതിയിലുള്ള പടങ്ങളും പിന്നെ അങ്ങനത്തെ ഒരു രീതിയാണ്. പക്ഷേ ഇത് നന്നായി, നല്ല വ്യത്യാസമുണ്ട്. പടം എന്ന് പറയുന്നത് ഒരു ലാഗ് അടുപ്പിക്കുന്നില്ല, അല്ല ഫുൾ ഡ്രാമാറ്റിക്കലി അടിപൊളിയാണ്. എന്നുവെച്ചാൽ ഡ്രാമ, അച്ഛനോടുള്ള ഒരു സിമ്പതി, പിന്നെ ഫാമിലിയുടെ ഇടയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുന്നത്. നമ്മൾ ഈ ഫൈറ്റ് മാത്രമല്ല, പക്ഷേ മൊത്തത്തിൽ നമുക്ക് എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ലാസ്റ്റ് അവസാനവും അത് തന്നെ കാണിക്കണേ. നമുക്ക് ശരിക്കും വിഷമം തോന്നും. നമുക്ക് നല്ല ഒരു ഇമോഷണലി നമ്മൾ ആ സിനിമയോട് കണക്ട് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല വിഷമം വന്നിട്ട് പടം ശരിക്കും നല്ല പടമാണ്. ഡയറക്ടറെ ഇത് കണ്ടിട്ട് പോകണം, പക്ഷെ പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ഫാമിലിയാണ് മെയിൻ. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുള്ളും ഈ സീൻസുകളൊക്കെ കൂടെയല്ല എന്നുള്ളൂ. ത്രില്ലറായിട്ട് നമുക്ക് കണ്ടിരിക്കാം. ക്ലൈമാക്സും പൊളിയാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം ക്ലൈമാക്സിൽ സസ്പെൻസ് പറയുന്നില്ല, പൊളിയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണും.